പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ അനാവശ്യ ബഹളങ്ങൾ ഉണ്ടാക്കി സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടിയുമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് സഭയിലെത്തുകയാണ്. പ്രതിപക്ഷത്തിന്റെ ബഹളങ്ങൾക്ക് മുൻപിൽ പതറാതെ രാജ്യസുരക്ഷയ്ക്ക് ഏറ്റവും നിർണായകമായ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ അഥവാ FCRA ബിൽ ഇന്ന് അദ്ദേഹം ലോക്സഭയിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പ്രവർത്തിക്കുന്ന NGO-കളുടെ വിദേശ ഫണ്ടിങ്ങിന് കൃത്യമായ കൂച്ചുവിലങ്ങിടുന്നതാണ് ഈ പുതിയ ഭേദഗതി. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന NGO-കളുടെ ലൈസൻസ് കാലാവധി കഴിയുമ്പോഴോ അത് പുതുക്കാൻ വിസമ്മതിക്കുമ്പോഴോ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കും. മാത്രമല്ല, ഇത്തരം NGO-കളുടെ വിദേശ ഫണ്ടുകളും സ്വത്തുകളും പിടിച്ചെടുത്ത് നിയന്ത്രിക്കാൻ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുന്നതും ബില്ലിലെ പ്രധാന വ്യവസ്ഥയാണ്. ഇതിനു പുറമെ ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലും MSME വികസന ബില്ലും സർക്കാർ സഭയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരുന്നുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തെയും ആഭ്യന്തര സുരക്ഷയും ബാധിക്കുന്ന തരത്തിൽ ഒഴുകുന്ന വിദേശ പണത്തിന് തടയിടുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. നിയമമനുസരിച്ച് സുതാര്യമായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഈ നിയമം യാതൊരു തടസ്സവും ഉണ്ടാക്കില്ല. എന്നാൽ സന്നദ്ധ സേവനത്തിന്റെ മറവിൽ നിർബന്ധിത മതപരിവർത്തനം ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി വിദേശ ഫണ്ട് ഉപയോഗിക്കുന്നവർക്കാണ് ഈ ബിൽ വലിയ തിരിച്ചടിയാകാൻ പോകുന്നത്. അതിനെ എന്ത് പറഞ്ഞെതിർക്കും? എതിർക്കാൻ പ്രതിപക്ഷത്തിന് ഒരു കാരണങ്ങളുമില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അടഞ്ഞ അധ്യായമായ വിദ്യാർത്ഥി സമരത്തിന്റെയും നീറ്റ് പരീക്ഷയുടെയും കേന്ദ്ര UP സർക്കാരുകൾക്ക് യാതൊരു പങ്കുമില്ലാത്ത രാമക്ഷേത്ര ഡൊണേഷൻ കൊള്ളയൊക്കെ പറഞ്ഞ് സഭയിൽ വലിയ ബഹളമുണ്ടാക്കാൻ പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത്. രാജ്യത്തിന് നിർണായകമായ FCRA ബിൽ പാസാക്കുന്നതിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയും വിദേശ ഫണ്ട് ലഭിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുക എന്ന അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് പകൽ പോലെ വ്യക്തമല്ലേ? എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ തന്ത്രങ്ങളൊന്നും കേന്ദ്ര സർക്കാരിന് മുന്നിൽ വിലപ്പോകില്ല എന്ന വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം നൽകുന്നത്. വിദേശ ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കാമെന്ന ചിലരുടെ അജണ്ടകൾക്ക് എന്നേക്കുമായി താഴ്വീഴുന്ന നിർണായക ചുവടുവെപ്പായിരിക്കും പാർലമെന്റിൽ ഇന്ന് നടക്കാൻ പോകുന്നത്. നെക്സ്റ്റ് മലയാളം.